കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേ. യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി സകല ശക്തിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ അനേകരോട് നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ഒരുപാട് ആളുകളൊന്നും കേൾക്കുന്നില്ലല്ലോ, ഒന്നോ രണ്ടോ ആളുകളെ ഉള്ളല്ലോ, ഞങ്ങൾ വീടിനകത്തിരിക്കുന്ന ആളുകളായി ശ്രദ്ധിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഹോളുകളിൽ വാടകയ്ക്ക് എടുത്തുകൊണ്ടോ നിങ്ങളുടെ ചർച്ചകൾക്കകത്ത് ഇത് പ്രസംഗിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗ്ഗം അത്യധികമായി സന്തോഷിക്കുന്നു എന്നുള്ള ആ തിരുവചനമാണ് ഓരോ മുക്കിലും മൂലയിലും ഇതുപോലെ പ്രസംഗിക്കപ്പെടുവാനിട വന്നിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഇതിനെ ഒരുപാട് എതിർത്ത ആളുകളായിരുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണ് എന്ന് കണ്ടുകൊണ്ടതിനെ ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന ആളുകളായിരുന്നു. എന്നാൽ ഞങ്ങളൊക്കെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികമായി സുവിശേഷം നിന്ദിക്കുകയും കളിയാക്കി ചെയ്തിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് വഴിയോരങ്ങളിലും തെരുവോരങ്ങളിൽ നിന്ന് യേശുവിനെ ഉയർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ്. അറപ്പാനും പിടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാണെന്ന് യേശു പറഞ്ഞു. അതേ ജീവനിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നത്. എന്റെ പേര് അജകുമാർ എന്നാണ്. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി സുവിശേഷത്തെ നിന്ദിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തതിനു ശേഷം ഒന്നിനെ വിടുവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മരണവയം പോയിയാടിയപ്പോൾ ഞാൻ എതിർത്തിരുന്ന, ഞാൻ കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ഒരു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു സൗഖ്യവും പ്രാപിച്ചുകൊണ്ട് വീണ്ടും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാമെന്ന് കണ്ട് ഓടി വന്ന ഒരാളായിരുന്നു. 2015 18 വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യപരമായി യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശത്തെയാണ് ഞങ്ങളുടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അറപ്പാനും പിടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു പറഞ്ഞത്. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത് മുഴുവനും ഈ ലോകത്തിന്റെ അകപ്പെട്ടു പോകുമ്പോൾ ഇതിനപ്പുറമായ ഒരു ജീവിതം ഉള്ളത് കൊണ്ടും ആ ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു എന്ന വാതിലൂടെ മാത്രമേ നമുക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തുണ്ട്. പലരും മരണം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും ജനിച്ചില്ലേ, മരിക്കുമെന്നത് ഉറപ്പാണ്. അതുവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് അവിടെ വരെ എങ്ങനെയെങ്കിലും സന്തോഷം കണ്ടെത്തി ഏതെല്ലാം രീതിയിൽ ഈ കിട്ടിയിരിക്കുന്ന ആയുസ്സിൽ സന്തോഷിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സന്തോഷം കണ്ടെത്തി ജീവിക്കുമ്പോൾ അതാണ് ഭാഗ്യമുള്ള ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ്. അതിലധികമായ ഘട്ടമാണ്. ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ മാതാപിതാക്കന്മാരെ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കുന്ന, വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകളാണ് ദിനംതോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അധികമായി പണിയപ്പെടുന്ന കെട്ടിടം അനാഥാലയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികമായി അനാഥാലയങ്ങൾ പെരുകാൻ കാരണമാക്കിയിരിക്കുന്നത്? സ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. എവിടെയാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോയത്? ആദ്യ മനുഷ്യനായി ആദാം മനസ്സിനെ കേട്ട് കാണിച്ച നിമിത്തം കുടുംബത്തിനകത്ത് ബന്ധം തകരുവാനിട വന്നു, സ്നേഹം നഷ്ടപ്പെടുവാനിട വന്ന് തലമുറകൾ അന്യോന്യം വഴക്കുകൾ, കൊലപാതകങ്ങൾ ചെയ്യുവാൻ ഇടവന്ന് ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എത്രയോ കൊലപാതകങ്ങൾ കുടുംബത്തിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കന്മാരെ കൊല്ലുന്നു, മക്കളെ കൊല്ലുന്നു, പിതാക്കന്മാരെ മാതാപിതാക്കന്മാരെ കൊല്ലുന്നു. ഇതിനൊക്കെ പിന്നിൽ നമ്മൾ അതിനോരോ പേരുകളിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ
വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്, അവരുടെ അകത്ത് കടന്നിരിക്കുന്ന പാപമാണ്, പാപ സ്വഭാവമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ ജീവിത ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പണിക്കുള്ള ഒരു ജീവിതമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്താണ് സന്തോഷം എന്ന് കണ്ടുകൊള്ളിയ ആളുകളായിരുന്നു. ഞങ്ങള് ആരെയും വകവെക്കാതെ, ആരെയും അനുസരിക്കാതെ എല്ലാവരും വെറുക്കപ്പെട്ടവനായി പോലീസുകാർക്ക്, എസ്ഐസുകാർക്ക്, സ്വന്തക്കാർക്ക്, നാട്ടുകാർക്കൊക്കെ തലവനെമാറി ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ, ഞങ്ങളെ രക്ഷിക്കുവാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ തേടി വന്ന സുവിശേഷമാണ്, ഞങ്ങൾ രൂപാന്തരപ്പെടുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ ഒരു നാമവും നമ്മെ വിടിവിക്കുവാനോ നമുക്ക് രക്ഷ പ്രാപിക്കുവാനോ കഴിയുന്നില്ല. ഒരിക്കൽ കാരാഗൃഹ പ്രമാണി പൗലോസിനോട് ശീലാസിനെ ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസും ശീലാസും പറയുവാനിട വന്ന്, ഇന്ന് പകൽക്കാലവും രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം അത് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണ്. ആ ക്രിസ്തുവിൽ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുക, നാമും നമ്മുടെ കുടുംബവും രക്ഷപ്പെടുന്ന ഒരേ ഒരു മാർഗമാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇറങ്ങി വന്ന ഈ സന്ദേശം, ഞങ്ങളുടെയൊക്കെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശം നിങ്ങളുടെ മധ്യ വിളിച്ചറിയിക്കുമ്പോൾ നിത്യമായ ഒരു രണ്ടാം ജീവിതം നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരിക്കൽ മരണവും രണ്ടാമത് ന്യായവിധി നമ്മെ കാത്തു നിൽക്കുന്നതിനാൽ ആ ന്യായവിധിക്ക് ശേഷം നിത്യമായ രണ്ടാം മരണമായ തീപ്പൊയില നമുക്ക് ചെന്നെത്തുവാൻ പോകുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുവാൻ കാരണം ആദ്യ മനുഷ്യനായ ആദാം അനുസരണക്കേട് കാണിച്ച നിമിത്തമാണ്. ആദം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വണ്ണം, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കാതെ വന്നപ്പോൾ പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. മരണത്തിലേക്ക് പോയ മനുഷ്യനെ വീണ്ടും ചേർക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പേ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരുടെ കിട്ടുന്ന അവരുടെ കൂടെയും അവൻ എന്റെ കൂടെ താഴെ കളിക്കുന്നു പറഞ്ഞ ആ ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷ സന്ദേശം നിത്യതയുടെ സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒരു വാസമുണ്ട് എന്നുള്ള അറിയിപ്പാണ്, ഒരു മുന്നറിയിപ്പാണ് ഈ സന്ദേശം. അതുകൊണ്ട് സന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തെ അത് നിത്യത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിലൂടെ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. വേദപുസ്തകം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്? ഈ ഭൂമി നന്നായിരിക്കുമ്പോൾ പലതും നേടുമ്പോഴും പലതും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് നിത്യമായ നരകത്തിൽ ചെന്ന് എത്തുകയെന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം ചോദിക്കുമ്പോൾ